ഹായ് അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? 2 ദിവസമായിരുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറക്കുമോ എന്നുള്ളൊരു പേടി, അതാണ് ഇന്ന് വേഗം എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടും വരികയാണ് കേട്ടോ. റോട്ടിലേക്ക് ഇന്ന് വെള്ളം വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു. മോനിതവിടെ മോളെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് ഞാനിന്ന് ഉപ്പുമാവും അവിലുമാണ് കേട്ടോ കൊടുക്കുന്നത് രാവിലത്തെ ചായക്ക്. പിന്നെ നമുക്കൊന്ന് കറി വെക്കാനും കിട്ടിയിരിക്കണത് കുടുതയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ എന്താ പറയുക എന്നൊക്കെ കമൻറ്റ് എഴുതണേ. അപ്പോൾ ഈ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വെട്ടാനും നിന്ന്. പിന്നെ ചോറ് തലേ ദിവസത്തെ ചോറ് മക്കൾക്കൊക്കെ ഉച്ചക്ക് വേണ്ടിയിട്ട് തിളപ്പിച്ച് ഊറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ മീനൊക്കെ വെട്ടിക്കൊടുന്ന് അതൊക്കെ മസാല ആക്കി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും മുളകും മഞ്ഞളും ഉപ്പും പാടെ മിക്സാക്കിയിട്ട് അരച്ചിട്ട് തേച്ചിട്ട് പൊരിക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യത്തിനുള്ളത് ഉച്ചക്കത്തെ നേരത്തിനുള്ളത് മാത്രം പൊരിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ കറി വെക്കുന്നത് ചക്കക്കുരും മാങ്ങയും പാടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ്. അതങ്ങനെ വേവിച്ചിട്ട് കടുകും വേപ്പിലി ഉണക്കമുളകും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചോറിന് കത്തിച്ചിട്ട് നേരത്തെ അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാ ചോറ് തലേ ദിവസത്തെ ചോറ് കഴുകി കൊടുന്നിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ ആയിട്ട് മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ്. ചോറ് മറ്റേ മീനൊന്നും എടുത്തിട്ടില്ല. തലേ ദിവസത്തെ കറി കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വിചാരിച്ചു. 12 മണി നേരത്തെ അവർക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരം പിന്നെ പോയത്തെ പണിയാണിത്. പിന്നെ മക്കളെ കാണിച്ചത് കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് ഉരുളൻകിഴങ്ങും ഉള്ളിയും പാടെ ഉള്ളൊരു കറിയാണ് കേട്ടോ. തേങ്ങ അരക്കാതെ തന്നെ ഒരു കറിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് അത് നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ദോശയും ചായക്കടി കഴിക്കുക. ആദ്യം നമ്മൾ നാരങ്ങാ വെള്ളം ഇതൊക്കെയാണ് കേട്ടോ തിന്നെ ചക്കരമത്ത നാരങ്ങ വെള്ളം, പിന്നെ പായസം തരിക്കഞ്ഞിമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സേമിയോനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഷമാമിൻ്റെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. പരിപ്പ് വടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളിതാ പായസം കുടിക്കുകയാണ് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് പായസം. ഇങ്ങനെ കുടിച്ചിരിക്കും കേട്ടോ. അവർ 1-2 ഗ്ലാസ്സോളം കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇടാനിപ്പോൾ തീരെ നേരം കിട്ടുന്നില്ല. എന്താ വെച്ചാൽ എന്താ അറിയില്ല. ഇപ്പോൾ അതുകൊണ്ട് എന്നെ ആരും മറന്നു പോരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.